അസ്സലാമു വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ നമ്മൾ പറയാൻ വേണ്ടിയിട്ട് ഉദ്ദേശിക്കുന്നത് എല്ലാവർക്കും യൂസ്ഫുൾ ആകുന്ന ഒരു കാര്യത്തെക്കുറിച്ചാണ് കേട്ടോ. എന്താണെന്ന് വെച്ചാൽ മറ്റുള്ളവരുടെ മനസ്സ് മാറാൻ എന്ന് പറയുമ്പോൾ അങ്ങനെ അങ്ങോട്ട് വിചാരിക്കരുത്. നമ്മളോട് എന്തെങ്കിലും പിണക്കത്തിൽ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ആ പിണക്കൊക്കെ മാറി നന്നാവാൻ വേണ്ടിയിട്ടും പിണക്കൊക്കെ മാറി നല്ല രീതിയിൽ ജീവിക്കാൻ വേണ്ടിയിട്ടും ഇനി സഹോദരന്മാരായിട്ടുള്ള പ്രശ്നമായാലും ഭാര്യയും ഭർത്താവുമായിട്ടുള്ള പ്രശ്നമായാലും ഇനി ഭാര്യയും ഭർത്താവിൻ്റെ വീട്ടുകാരായിട്ടുള്ള പ്രശ്നമായാലും അങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട്. സ്വത്തിന് വേണ്ടിയിട്ടുള്ള പ്രശ്നങ്ങളായിക്കോട്ടെ, ഒരുപാട് പ്രശ്നങ്ങൾ, ത്വലാഖുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളായാലും എന്തൊക്കെ പ്രശ്നങ്ങളായി കഴിഞ്ഞാലും ആ പ്രശ്നങ്ങളെല്ലാം മാറാൻ വേണ്ടിയിട്ട് മനസ്സ് മാറി നല്ല രീതിയിൽ ജീവിക്കാൻ വേണ്ടിയിട്ട് നല്ല രീതിയിൽ പിണക്കൊക്കെ മാറിയിട്ട് നല്ല രീതിയിൽ ഒന്നിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ മഹാന്മാരൊക്കെ പഠിപ്പിച്ച് തന്നിട്ടുള്ള ഒരു കാര്യമുണ്ട് കേട്ടോ. ആ ഒരു കാര്യമാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞു തരാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ ചെറിയൊരു സൂറത്താണ്. ഈ ഒരു സൂറത്ത് ഓതുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ട ടാസ്ക് എന്ന് പറയുന്നത്. ഇങ്ങനെ ഞാൻ പറയുന്ന രീതിയിൽ ഓതി കഴിയുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ എല്ലാ പ്രശ്നങ്ങളും അല്ലാഹു തആല മാറ്റിത്തരും. നമ്മളോട് പിണങ്ങി നിൽക്കുന്നവരൊക്കെ അല്ലാഹു തആല നമ്മളിലേക്ക് അടുപ്പിക്കും, നമ്മോട് ഒന്നിപ്പിക്കും ഇൻഷാ അല്ലാഹ്. അപ്പോൾ സൂറത്ത് ഇതാണ്, സൂറത്തുൽ അലം നശ്റഹ്. സൂറത്തിൻ്റെ മഹത്വങ്ങളെക്കുറിച്ച് ഞാൻ പ്രത്യേകിച്ചൊന്നും പറയേണ്ടതില്ലല്ലോ, നമുക്ക് തന്നെ അറിയാം. അലം നശ്റഹ് സൂറത്ത് എന്ന് പറഞ്ഞാൽ ഒരുപാട് മഹത്വങ്ങൾ നിറഞ്ഞൊരു അത്ഭുത സൂറത്താണെന്നുള്ളത്. അപ്പോൾ ഈ ഒരു അലം നശ്റഹ് സൂറത്ത് നമ്മൾ ഓതേണ്ടത് 5 വക്ത് നിസ്കാരങ്ങളിൽ ഏതെങ്കിലും ഒരു വക്തിന് ശേഷമാണ് കേട്ടോ. സുബ്ഹോ ളുഹറോ നമുക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള ഏതെങ്കിലും ഒരു നിസ്കാരത്തിന് ശേഷം, നമുക്ക് സമയവും ഏകാന്തതയ്ക്കുള്ള ഒരു നിസ്കാരത്തിന് ശേഷം ആരുടെ മനസ്സാണോ മാറേണ്ടത് അതോ സ്വഭാവമാണോ മാറേണ്ടത് എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടെ സൂറത്തുൽ അലം നശ്റഹ് 17 തവണ ഓതും. ഓരോ തവണ ഓതുന്നതിന് ശേഷവും നമ്മൾ ഈ ഒരാളുടെ മനസ്സ് മാറാൻ വേണ്ടിയിട്ടോ അതല്ലാന്നുണ്ടെങ്കിൽ സ്വഭാവം മാറാൻ വേണ്ടിയിട്ടോ ദുആ ചെയ്തുകൊണ്ടേയിരിക്കണം. ഇങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എന്തായാലും അല്ലാഹു തആല ആ ഒരു വ്യക്തിയുടെ പിണക്കവും മനസ്സും സ്വഭാവവും എന്താണെന്ന് വെച്ചാൽ മാറ്റി നല്ലവരാക്കുന്നതാണ്. ഞാൻ ഉറപ്പായിട്ടും പറയുന്ന കാര്യമാണ് കേട്ടോ. കാരണം നമ്മൾ ഏകാന്തതയോടുകൂടിയും വിശ്വാസത്തോടു കൂടിയും ഇത് ചെയ്തു കഴിഞ്ഞാൽ എന്തായാലും ഇൻഷാ അല്ലാഹ് നമ്മുടെ മനസ്സിലുള്ള പ്രശ്നങ്ങളൊക്കെ അല്ലാഹു തആല ഈ സൂറത്തിൻ്റെ മഹത്വം കൊണ്ട് മാറ്റി തരുന്നതാണ്. ഈ ഒരു വീഡിയോ ഒരുപാട് പേരിലേക്ക് എത്തേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യുക. പിന്നെ വീഡിയോ ലൈക്ക് ചെയ്ത് കാണാം. ലൈക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് പേരുടെ മുമ്പിലേക്ക് യൂട്യൂബിൽ ഒരു വീഡിയോ എത്തിക്കും ഇൻഷാ അല്ലാഹ്. ഇതുപോലത്തെ നല്ല വീഡിയോസിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബും ചെയ്യുക. നല്ലൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം വരുന്നത് വരെ എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.